തിരുവോണം പകർന്നു തരുന്ന ഒരു പാഠമുണ്ട്. അഹങ്കാരമല്ല, സമർപ്പണമാണ് വേണ്ടത്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ജനിച്ച നക്ഷത്രമാണ് തിരുവോണം. മലയാളത്തിൻ്റെ പുതുവർഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തോടെയാണ്. കർക്കടക മാസത്തിൻ്റെ പഞ്ഞം ഒക്കെ കഴിഞ്ഞ് വയലിൽ കൊയ്ത്ത് കഴിയുന്ന മാസം, പത്തായം നിറയുന്ന സമയം. ഓണമെന്നാൽ സമൃദ്ധിയുടെ കാലം. മണ്ണിൽ നിന്ന് കിട്ടിയതെല്ലാം ഇലയിൽ വിളമ്പുന്ന ഓണസദ്യ. തൊടിയിലെ പൂക്കളെ മുറ്റത്ത് അണിനിരത്തുന്ന ഓണപ്പൂക്കളം. മഹാബലി ദ്രാവിഡ രാജാവായിരുന്നു. വാമനനാകട്ടെ ആര്യന്മാരുടെ പ്രതീകവും. ദ്രാവിഡരുടെ തനതായ സംസ്കാരത്തെ ആര്യന്മാർ അധിനിവേശം ചെയ്ത് ചവിട്ടിത്താഴ്ത്തിയ ഒരു വഞ്ചനയുടെ കഥ കൂടിയുണ്ട് വാമനൻ്റെയും മഹാബലിയുടെയും കഥയിൽ. ഓണം ഈ തോൽവിയുടെ കഥയല്ല, അടിച്ചമർത്തപ്പെട്ടവൻ്റെ അഭിമാനത്തിൻ്റെ തിരിച്ചുവരവാണ്. എല്ലാവർക്കും ഓണാശംസകൾ.